വന്നവരൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. കുഞ്ഞുങ്ങളായിട്ട് വന്നവരൊക്കെ ഒരുപാട് അത്രത്തോളം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്കൂടെ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. 17 വർഷമായി ഇതിനിടയിൽ ഒരു പ്രാവശ്യം കെട്ടിക്കൊണ്ട് വന്ന കാലത്ത് നമ്മൾ ടാർ ചെയ്തതല്ലാതെ പിന്നീട് ഈ റോഡ് ടാർ ചെയ്തിട്ടേ ഇല്ല. വണ്ടിയിലെ ടയറും പോയി എല്ലാം ശരിയാകും. എത്ര ദിവസം ടയർ പോയെന്നറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയുള്ളവർക്ക് ഈ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ ദുരിതയാത്രയാണ്. ചിറയൻകീഴ് സായി ഗ്രാമം റോഡ്. ഈ വഴി യാത്ര പോകുന്നവർ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ഈ ദുരിതം തുടരുകയാണ്. 17 വർഷത്തിനിടയിൽ ആകെ ഒരു തവണ മാത്രമാണ് ഈ റോഡിൽ പുനർനിർമ്മാണം നടന്നതായി പ്രദേശവാസികൾ ഓർക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അധികൃതരുടെ അവഗണനയുടെ ആഴവും വ്യക്തമാകുന്നുണ്ട്. ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് 17 വർഷമായി ഇതിനിടയിൽ ഒരു പ്രാവശ്യം കെട്ടിക്കൊണ്ട് വന്ന കാലത്ത് നമ്മൾ ടാർ ചെയ്തതല്ലാതെ പിന്നീട് ഈ റോഡ് ടാർ ചെയ്തിട്ടേ ഇല്ല. അത് ഏത് ചാനലിൽ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് 2 പഞ്ചായത്താണ്. ഇത് മംഗലപുരം പഞ്ചായത്ത്, ഇത് മുതാക്കൽ പഞ്ചായത്ത്. ഇത് ഇവിടെ ഒരു പ്രാവശ്യം എൻ്റെ സഹോദരി ഇവിടെ ബ്ലോക്ക് മെമ്പറായിരുന്ന സമയത്ത്, അതും വർഷങ്ങളായി, അപ്പോഴൊരു പ്രാവശ്യം ബ്ലോക്കിൻ്റെ ഫണ്ടിൽ നിന്ന് ടാർ ചെയ്തതല്ലാതെ ഇന്ന് വരെ ഇവിടെ ടാർ ചെയ്തിട്ടില്ല. പരാതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറെ വിളിച്ചുകൊണ്ട് വന്ന് മെമ്പർ വോട്ടിന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇത് ഇപ്പോൾ 18-ാം വാർഡ്, മുതാക്കൽ പഞ്ചായത്തിൻ്റെ 17-ാം വാർഡായിരുന്നു. 18-ാം വാർഡ് ഇപ്പോൾ ആക്കി. മെമ്പർമാരിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. മുതാക്കൽ പഞ്ചായത്തിലെ 18-ാം വാർഡും മംഗലപുരം പഞ്ചായത്തും പങ്കിടുന്ന ഈ പാത ഇപ്പോൾ അപകടങ്ങളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മുൻപ് മെറ്റൽ നിരത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം ഇളകി വലിയ കുഴികളായി മാറിയിരിക്കുകയാണ്. കാൽനട യാത്ര പോലും അസാധ്യമായ ഈ റോഡിൽ ഇരുചക്ര വാഹന യാത്രക്കാർ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്ന കാഴ്ചയും പതിവാണ്. റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മളൊക്കെ അപൂർവമായിട്ട് ഞാൻ ഇതിലേക്കൂടെ പോകാറുള്ളൂ. സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ്. കാരണം ഒരുപാട് തവണ 2 വീലർ വന്നവരൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. കുഞ്ഞുങ്ങളായിട്ട് വന്നവരൊക്കെ ഒരുപാട് അത്രത്തോളം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്കൂടെ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഇതിപ്പോൾ ഏകദേശം 5 വർഷത്തോളമായി നമ്മൾ ഈ അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഭയങ്കര പാടി തന്നെ ഇതിലേ പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. എത്ര നാളുകൊണ്ട് ഇതിലേ പോകുന്നു? 2-3 വർഷം കൊണ്ട് ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. 3 വർഷം കൊണ്ട് ഈ അവസ്ഥ തന്നെ. പുതിയ ഭരണാധികൾ വന്നിട്ടൊന്നും യാതൊരു മാറ്റം വരുമെന്ന് തോന്നുന്നു. പുതിയ ഇത് മുതാക്കൽ പഞ്ചായത്താണ്. അത് മംഗലപുരം. മുതാക്കലിൽ ഞാൻ മുതാക്കൽ പഞ്ചായത്തുകാരനാണ്. എന്നാലും സ്ഥിരം യാത്ര ചെയ്യാൻ മഴ പെയ്ത പിന്നെ വലിയ പാടാണ് ഇതിലേ പോകാൻ. വന്ന കണ്ടില്ലേ, ഈ ഇങ്ങനെ ഊപ്പാട് വരുന്ന പരിപാടിയാണ്. അല്ല, ഒരു വണ്ടിയിലെ ടയറും പോയി എല്ലാം ശരിയാകും. എത്ര ദിവസം ടയർ പോയെന്നറിയാം. ഇവിടെ ഈ ഇറങ്ങിയിട്ട് ഈ കുഴിയും കൊണ്ട് ഒന്ന് ശരിയാക്കാൻ ഇവിടെ ആളില്ലേ. ഇത് ഏതാണ്ട് 1 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ. 1 വർഷത്തിൽ കൂടുതലായി. മഴ വന്നാൽ പിന്നെ ഇതിലൂടെ വരാൻ പറ്റില്ല. മഴ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനെ വരുന്നത്. നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പം മുതാക്കൽ പഞ്ചായത്തിൻ്റെ ആണ്. മംഗലാപുരം ബാർഡർ വരും. രണ്ടും കൂടെ ചേർന്നതാവാനാണ് സാധ്യത. മുതാക്കലും മംഗലാപുരം. കുറേ നാളുകൊണ്ട്, കുറേ വർഷം കൊണ്ട് ഇങ്ങനെ തന്നെയാണ്. നന്നാക്കണം, നല്ലതാണ്. എല്ലാവർക്കും, കുട്ടികളും വലിയവരും പോകുന്ന റോഡല്ലേ. ഇതിൽ മനമടുത്ത പ്രദേശവാസികൾ തന്നെ മുൻകൈയെടുത്ത് പലപ്പോഴും മണ്ണും മെറ്റലും ഇട്ട കുഴികൾ നികത്താറുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ അവസ്ഥ വീണ്ടും പഴയതുപോലെയാകും. ഒരു 7 വർഷം പ്ലസ് ആവും ഈ റോഡ് നെഗ്ലക്റ്റ് ചെയ്തിട്ട്. കാരണം ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈ റോഡ് ലെവലായി കിടക്കുന്നത്. ഈ റോഡ് ഗട്ടറായിരുന്നു. അപ്പോൾ ഇത് മേളിലത്തെ ചേട്ടന് ഞാനും നമ്മൾ ഇവിടുത്തെ ലോക്കൽസ് എല്ലാവരും കൂടെ ലെവൽ ചെയ്തതാണ് ഇവിടുന്ന് അതുവരെ കാണുന്നത്. അപ്പോൾ ഈ റോഡ് ഒരു 7-8 വർഷം കൊണ്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ടേക്കാണ്. അവിടെ റോഡ് എല്ലാം വരുന്നുണ്ട്, അവിടെയും റോഡ് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പോർഷൻ മാത്രം നെഗ്ലക്റ്റ് ചെയ്തിട്ടേക്കായിരുന്നു ഇത്രയും കാലം കൊണ്ടേ. അപ്പോൾ നമുക്കങ്ങനെ ക്രിട്ടിസൈസ് ഇതും ചെയ്യാനല്ല, അറ്റ്ലീസ്റ്റ് ഇവിടെയും കുറേ ഫാമിലീസ് യൂസ് ചെയ്യുന്ന റോഡാണ്. ഒരു നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളായിട്ട് ഇത് റെഡിയാക്കേണ്ടി വന്നത്.
അതെ, നിരവധി വാഹനങ്ങൾ NH-ൽ ഇറങ്ങാൻ വരുന്നുണ്ട്. വേണ്ടി ഇവിടെ ബൈക്കുകൾ വീണിട്ടുമുണ്ട് ആ ഗട്ടറിൽ. ഇതോ ആ പോയിന്റ് ആ ആക്സിഡന്റ് പ്രോൺ സോണാണ്. ഇതോ ആ ഏരിയയിലായിരുന്നു ഗട്ടർ ഡീപ്പായിട്ടുള്ളത്. അവിടെ തന്നെ ഒരു 3-4 ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട് ബൈക്കുകാർ വീണെന്ന്. അപ്പോൾ ഈ സ്ഥലം മാത്രം ഇത്രയും നെഗ്ലക്റ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇത് റോഡൊന്ന് റെഡിയാക്കാൻ വേണ്ടി അവർക്ക് ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടി മാത്രമേ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ബട്ട് അവർ ഇതെങ്കിലും ഒരു ഇതെടുത്ത് ഒരു ക്രിറ്റിസിസം ആണ് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇതെങ്കിലും റെഡിയാക്കണമെങ്കിൽ ആകട്ടെ എന്നുള്ളത് ഇതാണ്. ദേശീയപാതയിലേക്ക് ചെന്നെത്തുന്ന പ്രധാനപ്പെട്ട ഈ റോഡിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ മൗനമാണ് പാലിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ട് തേടിയെത്തുന്ന ജനപ്രതിനിധികൾ നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും വാക്കുകളായി ഒതുങ്ങുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 പഞ്ചായത്താണ്, മംഗലാപുരവും മുതാക്കലും 2 സൈഡായിട്ടാണ്. അപ്പോൾ ഈ 2 പഞ്ചായത്തിൽ നിങ്ങൾ അറിയിച്ചായിരുന്നു? 2 പഞ്ചായത്തിനും അറിയിച്ച കാര്യം തന്നെയാണ്. വോട്ടിന് വരുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ കയറി ഉടനെ ശരിയാക്കി തരുമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഒരു 2 വീലർ പോലും പോകാൻ വയ്യാതെ കാലം യാത്ര പോലും പറ്റുന്നില്ല. ഇനിയും ഒരു വലിയ അപകടത്തിനായി കാത്തു നിൽക്കാതെ ഈ റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ തുടർ പ്രതിഷേധങ്ങൾക്കും ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചേക്കും. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.